Listen. Knowing our earth. The earth is very big in size and round in shape. We cannot see the whole earth at a time. So we have to make a model of earth to study it. This model is called a globe. Can you hear the globe? Can you hear the word globe? Globe എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഗ്ലോബ് കണ്ടവർ എത്രയുണ്ട്? ഒന്ന് കൈ കാണിച്ചേ. ഗ്ലോബ് കണ്ടിട്ടുള്ളവരൊന്ന് കൈവെക്കേ. ആ സിദ്ധാന്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ആരാ കണ്ടേ? ബെനീറ്റ കണ്ടിട്ടുണ്ട്. അലൻ കണ്ടിട്ടുണ്ട്. പിന്നെയോ ആദിത്യ കേവി കണ്ടിട്ടുണ്ട്. മുഹമ്മദ് ഫവാസ്. ഓക്കെ, ഗ്ലോബ് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ നോക്കുക. ലിസൺ. The earth is very big in size. Earth is very big and its shape is round. Earth is very big and Earth's shape is round. We cannot see the whole earth at a time. We cannot see the whole earth at a time. നമുക്ക് ഒറ്റ സമയം കൊണ്ട് നമുക്ക് ലോകം മുഴുവൻ കാണാൻ പറ്റുമോ? പറ്റുമോ? ഭൂമിയെ മുഴുവൻ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും സാധ്യമല്ല. It is very impossible. We cannot see the earth at a time. അല്ലേ? At a time. Then so we have to make a model of the earth to study it. അപ്പൊ നമുക്ക് എർത്തിനെ മുഴുവൻ ഒരുമിച്ച് കാണാൻ പറ്റാത്തത് കൊണ്ട് we have to make a model of the earth. That model of the earth is known as globe. Clear? We cannot see the earth at one time, so we have to make a model of the earth. That model of the earth is known as globe. Clear? ഇപ്പൊ എന്താ ഗ്ലോബ് എന്ന് പറഞ്ഞാല്? വാട്ട് ഈസ് എ ഗ്ലോബ്? ഗ്ലോബ് എന്ന് പറഞ്ഞാല് മോഡൽ ഓഫ് ദ എർത്ത്. മോഡൽ ഓഫ് ദ എർത്ത് ഈസ് നോൺ ആസ് ഗ്ലോബ്. ദ ബെസ്റ്റ് വേ ടു സ്റ്റഡി ദ എർത്ത്. ഭൂമിനെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഇത് ഗ്ലോബ്. അതായത് ഭൂമിയുടെ ഒരു മോഡലാണ് ഗ്ലോബ്. ഭൂമിനെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് ഗ്ലോബ്. മനസ്സിലായോ? All of you say loudly, globe is the model of earth. പറഞ്ഞേ, globe is the model of earth. പറഞ്ഞേ സിദ്ധാന്തേ. Johanna, say loudly, globe is the model of earth. പറഞ്ഞേ റിലു. Globe is the model of the earth. We cannot see earth at one time, so we have made a globe. Globe is the model of the earth. It is the best way to study the earth. Then shape of globe is round. Shape of globe is round. Makkale nokku, second paragraph. All of you listen the second paragraph. A globe is round in shape like the earth. It is used to locate places on the earth. However, even on a globe, we cannot see all the places at a time. We have to rotate the globe to see the whole earth. To show the detail of all places, we need a huge globe. A huge globe would be expensive to make and difficult to carry from one place to another. So we take the help of a map. Map is a drawing of the earth or part of the earth on a flat surface. Maps can be big or small. Sometimes we use large maps that can be put upon a wall. There are called wall maps. A book of map is called an atlas. So നോക്കുക, നമ്മൾ പറഞ്ഞു the model of the earth is known as globe. Clear? Model of the earth is known as globe. It is the best way to study the earth. Then shape of the earth is round. Then നമുക്കറിയാം, ഒരുമിച്ച് നമുക്ക് ഗ്ലോബിൽ എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റുമോ? ഇല്ല, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. മാത്രല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എല്ലാരും എല്ലാ കൺട്രീസും എല്ലാ സ്റ്റേറ്റ്സും ഒരുമിച്ച് കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വലിയൊരു ഗ്ലോബ് ഉണ്ടാക്കണം. അല്ലേ? നമുക്ക് ഒറ്റ നോട്ടത്തിൽ എല്ലാം കാണണമെങ്കിൽ, എല്ലാ കൺട്രീസും കാണണമെങ്കിൽ നമുക്ക് വലിയ ഗ്ലോബ് ഉണ്ടാക്കണം. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. അല്ലെ? പറ്റുമോ? വലിയ ഗ്ലോബ് ഉണ്ടാക്കാൻ പറ്റുമോ? വലിയ ഗ്ലോബ് ഉണ്ടാക്കി എന്ത് വേണം? എന്ത് പറ്റും? very expensive and it is difficult to
carry one place to another. വലിയൊരു ഗ്ലോബ് ഉണ്ടാക്കണമെങ്കിൽ വളരെ അധികം പൈസ വേണം. പൈസ മാത്രമല്ല, എന്താണ്, വലിയ ഗ്ലോബ് ഉണ്ടാക്കി നമ്മൾ എങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും? തല വെച്ചുകൊണ്ട് പോകും അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കും? It is very difficult to carry one place to another. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ ചെറിയ ഗ്ലോബ് ആണെങ്കിൽ നമുക്ക് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം, കൊണ്ടു നടക്കാം അല്ലെ? So we take the help of a map. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കും? മക്കളെ? മാപ്പ് ഉപയോഗിക്കും. മനസ്സിലായോ? അപ്പൊ വലിയ ഒരു നമുക്ക് ഭൂമിയിൽ എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റില്ല. അങ്ങനെ കാണാൻ പറ്റണമെങ്കിൽ വലിയൊരു ഗ്ലോബ് ഉണ്ടാക്കണം. വലിയൊരു ഗ്ലോബ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് it is difficult and it is very expensive. So we use the map. Okay. Then വലിയ ഗ്ലോബ് ആണെങ്കിൽ എന്താണ്? It is very difficult to carry one place to another. So with the help of map we identify the different places and countries. Okay. What is a map? Already we learned about globe. Then next, what is a map? Naja, Fatima, listen here. Selna, Elizabeth, listen. എന്താണ് മാപ്പ് നോക്കുക? Map is a drawing of the earth or a part of the earth on a flat surface. എന്താണ് മാപ്പ് എന്ന് പറഞ്ഞാല്? Map is a drawing of the earth. All of you please underline. Map is the drawing of the earth or a part of the earth on a flat surface. മാപ്പ് എന്ന് പറയുന്നത് ഭൂമിയുടെ കുറിച്ചുള്ള ഒരു കുറച്ച് വരയ്ക്കുന്നതാണ്. മാത്രല്ല പാർട്ട് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഒരു ഭാഗമാണ്. എങ്ങനെയുള്ളത്? ഫ്ലാറ്റ് സർഫേസ് ആണ്, നോട്ട് ഇൻ റൗണ്ട് ഷേപ്പ്. മാപ്പ് ഈസ് ഇൻ ഫ്ലാറ്റ് ഷേപ്പ്, നോട്ട് ഇൻ റൗണ്ട് ഷേപ്പ്. Then listen. Now we can study the difference between globe and map. നമ്മൾ പറഞ്ഞു ഗ്ലോബും മാപ്പും രണ്ടും എന്തിനാ ഉപയോഗിക്കുന്നത്? Study about the earth. Globe and map used to study the earth. Then globe is in round shape but map is in flat shape. That is the difference between map and globe. Siddhante, listen. Muhammad Shan, listen here. മനസ്സിലായോ? അപ്പം ഗ്ലോബും മാപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗ്ലോബ് റൗണ്ട് ഷേപ്പ് ആണ്, മാപ്പ് എങ്ങനെയാണ്? മാപ്പ് ഫ്ലാറ്റ് ആണ്, ഫ്ലാറ്റ് ഷേപ്പ് ആണ്. ഓക്കെ. ഇനി മാപ്പ് എന്താന്ന് മിസ് ഒന്നും കൂടെ പറയാം. All of you listen here. Map is a drawing of the earth or part of the earth on a flat surface. Map is a drawing of the earth or part of the earth on a flat surface. Okay. Yes. Maps can be big or small. നമ്മൾ പറഞ്ഞു നമുക്ക് ഒരിക്കലും വലിയൊരു ഗ്ലോബ് ഉണ്ടാക്കാൻ പറ്റില്ല. It is expensive and it is difficult to carry one place to another. So maps can be big or small. Maps എന്തുണ്ട്? ബിഗ് ഉണ്ട്, സ്മോൾ ഉണ്ട്. Sometimes we use large maps. Can be put upon a wall. നമ്മൾ ചില സമയത്ത് വലിയ മാപ്പ് ഉപയോഗിക്കും. ഭിത്തിയിലൊക്കെ പേസ്റ്റ് ചെയ്ത് വെക്കുന്ന വലിയ മാപ്പില്ലേ? Yes. These are called wall map. അതായത് വലിയ മാപ്പ്, ഭിത്തിയിലൊക്കെ തൂക്കാൻ പറ്റുന്ന വലിയ മാപ്പിനെ പറയുന്ന പേരാണിത് wall map. പറഞ്ഞേ, all of you say loudly, wall map. What is a wall map? We use a large map that can be put upon a wall. All of you please underline. We use large maps that can be put upon a wall. These are called wall maps. Okay. A book of map is called an atlas. അതായത് ഭിത്തിയിൽ ഒട്ടിക്കാൻ പറ്റുന്ന വലിയ മാപ്പിനെ നമ്മൾ wall map എന്നും, മാപ്പിന്റെ ബുക്കില്ലേ, ചെറിയ ചെറിയ ബുക്ക് ഓരോ ഇതല്ലേ, ആ ബുക്കിനെ നമ്മൾ എന്ത് പറയും? അറ്റ്ലസ് എന്നും പറയും. Then book of map is known as atlas. Then large map that can be put upon a wall is known as wall map. Okay, മക്കളെ ഒന്നിവിടെ ശ്രദ്ധിച്ചേ. I will repeat once more. All of you listen here. നമ്മൾ പറഞ്ഞു മാപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ഗ്ലോബിനെ കുറിച്ചാണ് പറഞ്ഞത്. Globe is the model of earth. It is the best way to study the earth. Then shape of the globe is
round, then we cannot see the whole earth at one time, so we use globe. Globe is small in size. We cannot make huge globe because it is very expensive, and big globe cannot be carried one place to another. At that time we use map. We use the map for identify the places and countries. അല്ലേ? നമ്മൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കും? മാപ്പ് ഉപയോഗിക്കും. Then map is flat ആണ്. Map is the drawing of earth or part of the earth on a flat surface is known as map. Clear? Then drawing of the earth or part of the earth on a flat surface is known as map. Then map is very big or small. നമുക്ക് എന്തുണ്ട്? ചെറിയ മാപ്പ് ഉണ്ട്, വലിയ മാപ്പ് ഉണ്ട്. Then sometimes we use large maps that can be put upon a wall is known as wall map. Then book of maps is known as atlas. അതായത് ഭിത്തിയിൽ ഒട്ടിക്കുന്ന വലിയ മാപ്പിനെ നമ്മൾ wall മാപ്പ് എന്നും പറയും. പിന്നെ ബുക്കിന്റെ രൂപത്തിലുണ്ട്, ചെറിയ ചെറിയ ഓരോ പേജ് ആയിട്ടുള്ള ബുക്കിന്റെ രൂപത്തിലുള്ള മാപ്പിനെ നമ്മൾ എന്ത് പറയും? അറ്റ്ലസ് എന്നും പറയും. ഒന്ന് വായിച്ചു നോക്കിയേ. All of you please read. All of you please read the first 2 paragraphs. Okay. വായിച്ചോ? വായിച്ചു? വായിച്ചോ മക്കളെ? വായിച്ചോ? Okay. Who is ready to read? ആരാ ഒന്ന് വായിക്കുക ടെക്സ്റ്റ്? Who is ready? വായിക്കും. ആര് വായിക്കും? ആരാ വായിക്കുക? If you are ready to read, please raise your hand. Yes. ആരായിരുന്നു? അയ്യ, പേര് മറന്നു. അയ്യ സഫ. എന്തായിരുന്നു മോളെ? സഫ. അൺമ്യൂട്ട് ചെയ്ത മോളെ. ഫസ്റ്റ് മുതൽ the earth തൊട്ട്. The earth is very big in size and round in shape. We cannot see the whole earth at a time. So we have to make a model of the earth to study it. This model is called a globe. Okay, good. Stop. Next one, Jevin Jacob Joy. Jevin, please unmute. Yes. A globe is round in shape like the earth. It is ശ്രദ്ധിക്കണേ, ഞാൻ ഇടയ്ക്ക് വായിപ്പിക്കും. ശ്രദ്ധിച്ചിരുന്നോ? Locate places on the earth. However, even on a globe, we cannot see all the places at a time. We have to rotate the globe to see the world. Stop. Jevin, please stop. Next one, Jevin വായിച്ചു തീർന്നത് തൊട്ട് ആര് വായിക്കും? ആരോട് പറയാം? ആദിത്യ കേവി. ആദിത്യ, please unmute. ആദിത്യ മോനെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ ഫോൺ. അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട്. ഓക്കെ, വായിച്ചോ. To show the
Huge globe. Wood. Carry from one place to another. So we take the heat of head of a map. A map is a drawing. Okay, stop. Please stop. Aditya ഒന്ന് stop ചെയ്ത മോനെ. Next one, Alan Matthew. Alan, ആദ്യത്തെ സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലം തൊട്ടൊന്ന് വായിച്ചോ. നിങ്ങൾ കുറെ പേര് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. വായിച്ചോ. മുഹമ്മദ് കൈ, listen here. Yes. അലൻ തപ്പുവാണോ വായിക്കാതെ? യെസ്, വായിച്ചോ. എവിടെയാ നിർത്തിയേ? അലനെ വായിച്ച മോനെ കിട്ടിയില്ല അല്ലേ? അതാണ് പറഞ്ഞത് ക്ലാസ്സിൽ ശ്രദ്ധിക്കണം എന്ന്. സിദ്ധാന്ത് കൃഷ്ണ, പ്ലീസ് റീഡ്. Unmute. Please unmute Siddhant. Okay. A map is a drawing of the Earth or a path of the earth on a flat surface. Maps can be big or small. Some things we use larger maps that can be put up on a wall. These are called wall maps. A book of maps is called on larger atlas. Called an atlas. Okay. Then next one. First tour തുടങ്ങിക്കോ. മുഹമ്മദ് ഗൈസ്. മുഹമ്മദേ സ്റ്റാർട്ട് ചെയ്തോ. സിദ്ധാന്ത് എവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത്? അവിടെ തൊട്ട് വായിച്ചോ. അടുത്തടുത്തോ. സിദ്ധാന്ത് മൊത്തം വായിച്ചു കഴിഞ്ഞോ? മുഹമ്മദ് ഗൈസേ എവിടെയായിരുന്നു? മുഹമ്മദ് അൺമ്യൂട്ട് ചെയ്തേ. പ്ലീസ് അൺമ്യൂട്ട് യുവർ ഫോൺ. ഫസ്റ്റ് തൊട്ട് വായിക്കും. The earth is very big in size and round in shape. We cannot see the whole at a time, so we have to make a model of the earth. To study it, this model is called a globe. A globe is round in shape like the earth. It is used to locate places on the earth. Okay. Madi. Stop. Next one. ആര് വായിക്കും? ഹസ്ന വായിക്കും. ഹസ്ന ശരി. ഹസ്ന പ്ലീസ് അൺമ്യൂട്ട്. ഹസ്ന മോളെ വായിച്ചേ.
Hasna, please read. ടീച്ചറെ കണ്ടിട്ടാ കണ്ടില്ല അല്ലെ? അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വായിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ എന്തുകൊണ്ട് ഇടയ്ക്ക് വായിപ്പിക്കുന്നതിനുള്ള കാരണം കിട്ടിയോ? നിങ്ങൾ കുറെ കുട്ടികൾ അവിടുന്ന് ബുക്ക് നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കുന്നുണ്ട്. ഞാൻ വായിപ്പിക്കുന്ന സമയത്ത് കറക്റ്റ് നോക്കണം എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞല്ലേ? അല്ലേ? യെസ്, ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ അടുത്തത് ആദ്യം വായിപ്പിക്കും. നെക്സ്റ്റ് വൺ മുഹമ്മദേ. മുഹമ്മദേ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത മോനെ. മുഹമ്മദ് ഷാൻ. യെസ്, പ്ലീസ് റീഡ്. വായിച്ചോ? Even on a globe, we cannot see all the places at a time. We have to ride the globe, the see the world. To show the detail of all places, we need a hope. Global ക്ലിയർ ഇല്ലല്ലോ മുഹമ്മദേ. മുഹമ്മദ് ഷാൻ വായിക്കുന്ന എനിക്ക് കേൾക്കുന്നില്ല. ക്ലിയർ ഇല്ല മുഹമ്മദേ. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വൺ ആര് വായിക്കും? ഷഹ്മാവി. ഷഹ്മ, പ്ലീസ് റീഡ്. പ്ലീസ് അൺമ്യൂട്ട് യുവർ ഫോൺ ആൻഡ് റീഡ്. യെസ്. എനിക്ക് ബുക്കില്ല. ആഹാ, ഉപ്പാന്റെ വീട്ടിലായില്ലത്. ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് വൺ ആര് വായിക്കും? ടോഷിനെ വായിച്ചേ. കേൾക്കുന്നുണ്ടോ നോക്കട്ടെ? അൺമ്യൂട്ട് ചെയ്തേ, അൺമ്യൂട്ട് ചെയ്തേ. കേൾക്കുന്നില്ല. ടോഷിൻ വായിക്കുന്നത് കേൾക്കുന്നില്ല. ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ ടോഷിൻ വായിക്കുന്നത്? കേൾക്കുന്നവരൊന്ന് കൈപൊക്കിയേ. കേൾക്കുന്നുണ്ടോ? ആർക്കും കേൾക്കുന്നില്ല ടോഷിനെ. മോൻ വായിക്കുന്നത് കേൾക്കുന്നില്ല. മോനെ കേൾക്കുന്നില്ല. ആർക്കും കേൾക്കുന്നില്ല ടോഷിൻ വായിക്കുന്ന. അവിടെ എന്തോ പ്രശ്നമുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞ മോനെ അമ്മയോട്. അമ്മയോട് അച്ഛനോട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാട്ടെ. സൗണ്ടിന് എന്തോ പ്രോബ്ലം ഉണ്ട്. ഇല്ല, കേൾക്കുന്നില്ല. ഓക്കെ. സന മൻസൂർ. വായിച്ചോ. സന വായിച്ചോ. സന. സന. ഇനി ആരായിരുന്നു വായിക്കാത്തത്? സന വായിക്കുന്നത് കേൾക്കുന്നില്ല. ആരായിരുന്നു വായിക്കുന്നത്? ഇനി വേറെ വായിക്കാനുള്ളത് ആരായിരുന്നു? വായിക്കാത്തതൊന്ന് കൈവക്കിയേ. സാമുവൽ. ഓക്കെ, സാമുവലെ വായിച്ച മോനെ. അൺമ്യൂട്ട് ചെയ്തേ, അൺമ്യൂട്ട് ചെയ്തേ മോനെ ഫോൺ. ഓക്കെ, വായിച്ചോ. Difficult to carry from one place to another. One place to another. Okay.
So we take the help of a map. A map is a drawing of the earth. Earth or Earth of the part of earth. No, on a flat surface. surface. Map is അങ്ങനെയാണോ? Maps can be big or small. big. Sometimes we use Maps can be small. Sometimes we use a large map. large maps that can be put up upon a wall. These are called Wall maps. wall map. A book of maps is called an atlas. Maps called atlas. Okay, മക്കളെ ടൈം കഴിയാനായി. മിസ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കാം. നമ്മൾ പറഞ്ഞത് എർത്തിനെ കുറിച്ചായിരുന്നു. അതിൽ ഗ്ലോബ് എന്താന്ന് പറഞ്ഞു, മാപ്പ് എന്താന്ന് പറഞ്ഞു അല്ലേ? ഗ്ലോബ് ഈസ് വെരി ബിഗ് ഇൻ സൈസ് ആൻഡ് ഷേപ്പ് ഈസ് റൗണ്ട്. ഗ്ലോബ് ഈസ് ദ മോഡൽ ഓഫ് ദ എർത്ത്. It is the best way to study the earth. Okay, we cannot see globe at one time അല്ലെങ്കിൽ at a time. Then we use with the help of a map. Then map is some map may be large or some of them may be small. Okay, then pinenda varnade we cannot make big map because it is very expensive and it cannot be carrying from one place to another. Then pinna paranju map is a drawing of the earth or part of the earth on a flat surface. Okay, clear? Map is a drawing of the earth or part of a earth on a flat surface. Then some of the maps we use and put up on a wall. Large maps can be put up on a wall. That maps are called known as wall maps. Then a book of map is known as atlas. Clear? A large maps that can be put up on a wall is known as large maps, and a book of maps is known as atlas. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? What is globe, what is map, what is atlas, and what is the difference between globe and map? പഠിച്ചില്ലേ? What is globe, what is atlas, what is map? What are the difference between map and globe? പഠിച്ചില്ലേ മക്കളെ? അപ്പം time is going to over. എന്ത് ചെയ്യണം? All of you read your textbook 2 times. Okay, tata, bye bye. Okay, bye bye.